നമസ്കാരം. മാർക്കറ്റ് സ്റ്റഡിക്ക് പിന്നാലെ ടൊയോട്ട ഒരു ഇലക്ട്രിക് കാറ് അഫോർഡബിൾ റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് കാർ അഫോർഡബിൾ റേഞ്ചിൽ ഈ രണ്ട് കാറ്റഗറിയിൽ അവർ നല്ല രീതിക്ക് റിസർച്ച് നടത്തുകയും അവസാനം ഒരു ഇലക്ട്രിക് കാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയും അതിനുശേഷം അവർ അതിനുള്ള പഠനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ഇന്ത്യ പോലെയുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യത്ത് ആളുകളുടെ ചിന്താഗതി, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്, അതുമാത്രമല്ല ആളുകൾക്ക് എന്തൊക്കെ ഫീച്ചറാണ് വേണ്ടത്, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ ഈ മാർക്കറ്റ് സ്റ്റഡി നടത്തുകയും അതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ലോക്കലൈസേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. കാരണം ഇന്ത്യയിലെ ടാക്സ് സിസ്റ്റത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണ്. ഇനി അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം എല്ലാവരും അത് കേട്ട് നമുക്കിപ്പോൾ എല്ലാവർക്കും ആ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. നമ്മൾ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ടൊയോട്ട സുസുക്കിയുമായിട്ടൊരു അലയൻസിൽ വരികയും പിന്നീട് സുസുക്കിയുടെ കുറച്ച് ചെറു കാറുകൾ എടുത്തിട്ട് റീബാഡ് ചെയ്ത് വിൽക്കുകയും എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് ആ ഒരു കാറൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ റൂമിയോൺ എന്ന് പറയുന്ന വാഹനം മാരുതി സുസുക്കിയുടെ എർട്ടിക തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും സുസുക്കിയുടെ ഈ വിറ്റാര എന്ന് പറയുന്ന വാഹനത്തിൻ്റെ റീബാഡ്ജ്ഡ് വേർഷൻ ടൊയോട്ട ഗ്ലോബലി അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു വാഹനത്തിൽ എന്ത് പ്രത്യേകതയാണുള്ളത് എന്ന് ചോദിച്ചാൽ ഇത് സുസുക്കിയുടെ വാഹനം തന്നെയാണ്. സുസുക്കിയുടെ ഗുജറാത്തിലെ പ്ലാന്റിൽ നിർമ്മിച്ച വാഹനം ടൊയോട്ടയ്ക്ക് കൊടുത്ത് ടൊയോട്ട കുറച്ച് റീഡിസൈൻ അല്ലെങ്കിൽ ടൊയോട്ടയുടെ ആവശ്യപ്രകാരം അവരുടെ ഡിസൈൻ ലാംഗ്വേജിൽ മാത്രം ഒരു വ്യത്യാസം വരുത്തിയിട്ട് സുസുക്കി നിർമ്മിച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് സുസുക്കിയുടെ വാഹനം തന്നെ ടൊയോട്ടയുടെ എംബ്ലം വെച്ച് അവർ പറയുന്ന ഡിസൈനിൽ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ടൊയോട്ടയുടെ ഒരു ലെഗസി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൻ്റെ പുറകെയാണ് ഇപ്പോൾ കസ്റ്റമേഴ്സ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ടൊയോട്ടയുടെ വാഹനമല്ല എന്ന് ആദ്യമേ തന്നെ പറയാനുള്ള കാരണം അത് തന്നെയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ മാരുതി സുസുക്കി അവരുടെ ഈ വിറ്റാരെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ഗ്ലോബൽ SUV ആണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിൽ നിർമ്മിച്ചിട്ട് ഇന്ത്യയിൽ നിന്നും ഗ്ലോബൽ മാർക്കറ്റിലേക്ക് കയറ്റുമതി ചെയ്ത് അവിടെ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാഹനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് സബ്ജക്റ്റീവാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും ടൊയോട്ട കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കാണിച്ച ഡിസൈൻ ലാംഗ്വേജിനോട് ഓൾമോസ്റ്റ് സിമിലറാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നീട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിന് ഒരുപാട് ക്ലാഡിങ്സ് കൊടുത്തിട്ട്, എക്സ്പെഷ്യലി നമ്മൾ ബാക്കിലെ ഡിസൈൻ ലാംഗ്വേജിലേക്ക് നമുക്ക് വരാം. എന്നാൽ പോലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ബാക്കിലൊക്കെ വലിയ റഗഡ് ആയിട്ടുള്ള ഒരു ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അത് ബ്ലാക്ക് കളറിൽ കൊടുത്തപ്പോൾ കുറച്ചും കൂടെ അട്രാക്റ്റീവാണ്. പിന്നെ 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് സാധാരണ സുസുക്കിയുടെയൊക്കെ ഇലക്ട്രിക് കാറുകളിൽ കാണുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിലുള്ള അലോയ് വീൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. 19 ഇഞ്ച് അലോയ് വീൽസ് അത് ഓപ്ഷണലാണ്. ഈ കാണുന്ന മോഡലിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പിക്ചറിൽ ഉള്ളത് 19 ഇഞ്ച് തന്നെയാണ്. ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ ചാർജിങ് സ്ലോട്ട് വന്നിട്ടുള്ളത്. അത് വളരെ കൺവീനിയൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെയും അത് കൺവീനിയൻ്റ് ആണെന്ന് പറയാം. ഫ്രണ്ടിലെ ചാർജിങ് സ്ലോട്ടാണ് കുറച്ചും കൂടെ കൺവീനിയൻറ്റ് എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ പല റിവ്യൂസും വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും ഇതും കൺവീനിയൻറ്റ് തന്നെയാണ്. കാരണം ഇത് പല സ്ഥലങ്ങളിലും നമുക്ക് ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൈഡ് ബൈ സൈഡായിട്ട് വാഹനങ്ങളൊക്കെ നിർത്തി ചാർജ് ചെയ്യുമ്പോഴത്തേക്കും ഇത്തരം ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ സൈഡിലുള്ള ചാർജിങ് സ്ലോട്ട് കുറച്ചും കൂടെ ഹെൽപ്പ് ആകുന്നു എന്നെനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും യാതൊരുവിധ വ്യത്യാസവുമില്ല. ഈ വിറ്റാരയുടെ അതേ ഡിസൈൻ ലാംഗ്വേജ് കോപ്പി അടിച്ച് വെച്ചിരിക്കുകയാണ്. കുറച്ച് ലൈറ്റിലെ കാര്യത്തിലൊക്കെ കുറച്ച് സ്മോക്കി ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഒക്കെ നമുക്കവിടെ തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ഡയമെൻഷനാണ്. അതായത് ഇവരാദ്യം കാണിച്ച കോൺസെപ്റ്റിലുള്ളൊരു ഡയമെൻഷൻ എന്ന് പറയുന്നത് 4.3 മീറ്ററാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് സൈസ് SUV കാറ്റഗറിയിലുള്ള ഇപ്പം ഏറ്റവും പ്രചാരത്തിൽ നിൽക്കുന്ന വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ലെങ്ത്ത് കുറവാണെന്ന് പറയാം. പക്ഷേ 4.3 മീറ്ററിൽ നിന്നും ഇവരിപ്പോൾ കാണിച്ചിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള പ്രൊഡക്ഷൻ വേർഷന് 4280 മില്ലിമീറ്റർ മാത്രമാണ്. അതായത് 20 മില്ലിമീറ്ററിൻ്റെ ഒരു കുറവ് അവിടെയുണ്ട്. പിന്നെ ഹൈറ്റിലേക്ക് വരുമ്പോഴത്തേക്കും 1800 മില്ലിമീറ്ററാണ്. അവിടെയും 20 മില്ലിമീറ്റർ അവരാദ്യം കാണിച്ച കോൺസെപ്റ്റ് വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറവുണ്ട്. വീൽ ബേസ് 2700 മില്ലിമീറ്ററാണ്. ഇതാണ് നമ്മൾ ഈ ഇലക്ട്രിക് കാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്. നല്ല വീൽ ബേസ് ഉണ്ടായിരിക്കും. അത് മാത്രമല്ല സെൻട്രൽ ടണലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫ്ലോറൊക്കെ നല്ല ഫ്ലാറ്റ് ആയിരിക്കും. അത് മാത്രമല്ല ഇവിടെ ഒരു കോൺട്രഡിക്ടറി ഫാക്ടർ എന്ന് പറയുന്നത് 1640 മില്ലിമീറ്റർ ഹൈറ്റ് ഈ ഒരു വാഹനത്തിനുണ്ട്. അത് ഇവർ കാണിച്ച കോൺസെപ്റ്റ് വാഹനത്തെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 20 മില്ലിമീറ്റർ കൂടുതലാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബാക്കിലെ സീറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 60-40 സ്പ്ലിറ്റപ്പ് സീറ്റ് അല്ല, 40-20
40 ആ ഒരു രീതിയിലുള്ളൊരു സ്പ്ലിറ്റ് അപ്പ് സീറ്റാണ്. കാര്യം ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്തോറും ഇത്തരമുള്ള ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ടുവരും. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അപ്ഡേഷനിൽ അതെടുത്ത് കളയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ 360 ഡിഗ്രി ക്യാമറയുണ്ട്, അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. വയർലെസ് ചാർജറുണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഒരു പനോരമിക് സൺറൂഫ് ഒന്നും ഈ ഒരു വാഹനത്തിലില്ല. എന്നാൽ ഒരു സൺറൂഫ് ഉണ്ട്, പക്ഷേ അതൊരു ഗ്ലാസ് റൂഫ് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള, ഇപ്പോൾ നമ്മൾ MGയുടെ വിൻസറിലൊക്കെ കണ്ടിട്ടുള്ള രീതിക്കുള്ള ഒരു, അതൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ചേഞ്ച് എന്ന് പറയാം. ഈ ഒരു കാലഘട്ടത്തിൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മൂൺ റൂഫ്, സൺ റൂഫ് എന്നൊക്കെ പറയുന്നത് പോലെ ഇത്തരത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ്. റൂഫ് തുറക്കാൻ പറ്റില്ല, പക്ഷേ അതൊരു ഗ്ലാസ് ഏരിയ വെച്ച് കവർ ചെയ്തിരിക്കുകയാണ് എന്നുള്ള രീതിക്കാണ്. പിന്നെ നമുക്ക് അതിനകത്തൊരു പാനൽ ഉണ്ടായിരിക്കും, ആ പാനൽ മാറ്റിക്കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. 10.25 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും അതുമാത്രമല്ല 10.1 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഉണ്ടായിരിക്കും. പിന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് വരും. അത് മിക്കവാറും ഒരു 9 ഇഞ്ചിൻ്റെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആയിരിക്കും വരാൻ പോകുന്നത്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതൊക്കെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യമില്ല, കാരണം ഇപ്പം ഉള്ള എല്ലാ വാഹനങ്ങളിലും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഓട്ടോ ഡിമ്മിങ്, IRVM, പിന്നെ ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ്. ഇപ്പോൾ സുസുക്കിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ബ്രൗണിഷ് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഡ്യുവൽ സോൺ AC കാര്യങ്ങളൊന്നുമില്ല, സിംഗിൾ സോൺ തന്നെയാണ്. JBLൻ്റെ സ്പീക്കേഴ്സാണ് വരുന്നത്. പിന്നെ ബാക്കിലെ സീറ്റ് നമുക്ക് അതെടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമാണ്, ബാക്കിലെ സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ കഴിയും, സ്ലൈഡ് ചെയ്യാൻ കഴിയും. ഇനി ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബാക്കിലെ സീറ്റിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല, പക്ഷേ റിക്ലൈനും സ്ലൈഡും ചെയ്യാൻ കഴിയും എന്നുള്ളത് വളരെ വളരെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോഴത്തേക്കും നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നീക്കി ബാക്കിലെ ചാരൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാനൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കഴിയുന്നതായിരിക്കും. 2 ബാറ്ററി ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം വരുന്നത്. 49 kWh ബാറ്ററിയുടെയും പിന്നെ 61 kWh ബാറ്ററിയുടെയും ഒരു ഓപ്ഷനിലാണ്. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് എന്നുള്ളതാണ്. മഹീന്ദ്രയുടെ വാഹനങ്ങളെല്ലാം ഇനി മിക്കവാറും അവരുടെ വരാൻ പോകുന്ന എല്ലാ വാഹനങ്ങളുടെയും സിംഗിൾ മോട്ടോർ സെറ്റപ്പ് എല്ലാം റിയർ വീൽ ഡ്രൈവ് ആയിരിക്കും. പക്ഷേ ഇവിടെ ഇപ്പോഴും ടൊയോട്ടയും സുസുക്കിയൊക്കെ ഫ്രണ്ട് വീൽ ഡ്രൈവിൽ തന്നെയാണ് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ളത്. 61 kWh ബാറ്ററി പാക്ക് ഉണ്ട്, അവിടെ ഓൾ വീൽ ഡ്രൈവും ഉണ്ട്, ഫ്രണ്ട് വീൽ ഡ്രൈവും ഉണ്ട്. നമ്മളൊരു പവർ ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 49 kWh ബാറ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 144 bhp പവറും 189 Nm ടോർക്കുമാണ്. അതുമാത്രമല്ല 61 kWh ബാറ്ററി പാക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഫ്രണ്ട് വീൽ ഡ്രൈവിനും ഈ 172 bhp പവറും 189 Nm ടോർക്കുമാണ്. ഇനി ഓൾ വീൽ ഡ്രൈവിലേക്ക് വരുമ്പോഴത്തേക്കും bhp കുറച്ച് കൂടുന്നുണ്ട്, 181 bhp പവറും പിന്നെ കമ്പൈൻഡ് 2 മോട്ടർ ഉണ്ടല്ലോ, അപ്പോൾ അത് കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ടോർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 300 Nm ടോർക്കാണ് അവിടെ വരുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് 49 kWh ബാറ്ററി പാക്കിന് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും 500 കിലോമീറ്റർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതുമാത്രമല്ല 61 kWh ബാറ്ററി പാക്കിലേക്ക് പോകുമ്പോഴത്തേക്കും 600 കിലോമീറ്റർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. പ്രാക്ടിക്കലി എത്രത്തോളം കിട്ടും എന്നിനി കണ്ടറിയേണ്ടതായിട്ടുണ്ട്. എന്താണ് ഈ ഒരു വാഹനത്തെ വ്യത്യസ്തമാക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ലോക്കലൈസ്ഡ് പാർട്ട് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിലും അത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ലെവലിനെ മീറ്റ് ചെയ്യത്തക്ക രീതിയിലാണ്. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം ഒരു മാർക്കറ്റിംഗ് തന്നെയാണ്. നമ്മളൊന്ന് പ്രാരംഭമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുസുക്കി ഉണ്ടാക്കിയ ഒരു വാഹനം എംബ്ലം മാറ്റുന്നു, ചെറിയ ഡിസൈൻ മാറ്റുന്നു, മറ്റൊരു വാഹന ബ്രാൻഡ് അത് എംബ്ലം മാറ്റി വിൽക്കുന്നു. അപ്പം നോക്കുമ്പോഴത്തേക്കും 2 ഷോറൂമിലും ഒരു വാഹനം തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വാഹനമായിട്ട് തോന്നും. സത്യത്തിൽ ഈ റീബാഡ്ജ് ചെയ്യുക എന്നുള്ളതിന് എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പേരൻ്റ് കമ്പനി ഏത് വാഹന നിർമ്മാതാവാണോ ആ ഒരു വാഹനം നിർമ്മിക്കുന്നത് അവരെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ സർവീസ് നന്നായിരിക്കണം, അവരെ ആഫ്റ്റർ സെയിൽസും കാര്യങ്ങളൊക്കെ നന്നായിരിക്കണം, എങ്കിൽ മാത്രമാണ് നമ്മളത് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഒരു വാഹന നിർമ്മാണ കമ്പനി നിർമ്മിച്ചിട്ട് അതിൻ്റെ എംബ്ലം മാറ്റി മറ്റൊരു വാഹന നിർമ്മാതാക്കൾ അത് ഉപയോഗിക്കുമ്പോഴത്തേക്കും ആ ബ്രാൻഡ് എന്ന് പറയുന്നതിൻ്റെ എന്തെങ്കിലും ഒരു അംശം ആ ഒരു വാഹനത്തിലുണ്ടോ? ഒരിക്കലുമില്ല, എംബ്ലം മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി വില കൊണ്ടും അതുപോലെ തന്നെ സർവീസൊക്കെ നോക്കിയിട്ടും പിന്നെ ആഫ്റ്റർ ഓൾ ഈ ഒരു വാഹനം ആരാണോ യഥാർത്ഥത്തിൽ നിർമ്മിച്ചത് അവരുടെ ഷോറൂമിൽ തന്നെ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.